പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോൺടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കണ്ടിന്യൂറ്റി എന്ന് ഞാൻ പണ്ട് പറയത്തില്ലേ, കണ്ടിന്യൂറ്റി
നിങ്ങളത് പ്രെയർ ചെയ്യുമ്പോഴേ കണ്ടിന്യൂറ്റി, തുടർച്ച അത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ലേ, അപ്പോൾ ആ സാധനം ഡാമേജ് കണ്ടിന്യൂ. അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ പറയണത്, തനത്തിനെ പരിത്യജിച്ച് ദിവസേന എന്നല്ലേ 9:23 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അതായത് ഇതിൻ്റെ അകത്ത് ഇന്റർവെല്ലും ഗ്യാപ്പൊന്നുമില്ല. എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞു ഓരോ ദിവസത്തിനും അതിൻ്റെ കുരിശ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഈശോയുടെ മേലെടുക്കണം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആർക്കും കുരിശുണ്ടാകത്തില്ല. എല്ലാവർക്കും അനുദിന കുരിശുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്നതിന് ഈ ആഴ്ചയിൽ എടുത്ത് അടുത്ത ആഴ്ച എടുക്കണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല എന്നാണ്, ടോട്ടലായിട്ട് എടുക്കണില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് അനുദിനം എന്നുള്ള വാക്ക് കർത്താവിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാൻ കാര്യം. അനുദിനം. അപ്പം ഈ ആഴ്ച കുരിശെടുത്ത് 2 ദിവസം കുരിശെടുത്തില്ല, അത് വിധിയാണ്, നരകമാണ്. ആരെയും കണി കൊണ്ടുവന്ന് ഇറങ്ങിയെന്ന് അറിയാൻ പാടില്ല. എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെ പ്രാഗി എടുക്കും. പിന്നെ ശനിയാഴ്ച ഒരു ബോധം വരുമ്പോൾ അയ്യോ കർത്താവ് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുരിശ് കർത്താവിൻ്റെ പേരിലെടുക്കും. അപ്പം അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പ് വരരുത്. അത് ഭയങ്കര ഗ്യാപ്പ് ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് ഈശോ പറഞ്ഞില്ലേ, അത് ഈ കുരിശിൽ നിലനിൽക്കുന്നതിനാണ് സ്നേഹം നിലനിൽക്കുന്നത് പറയണത്. മനസ്സിലായോ? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾക്കും പോസ്റ്റ് അത് ഭയങ്കര സന്തോഷകരമായ അല്ല. യോഹന്നാൻ 15:9 നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ ആ കൽപ്പനയിലുള്ള എന്താണ്? ഈ നിലനിൽപ്പിന്റെ കൽപ്പന ഏതാണ്? അനുദിനം എന്നെ സ്നേഹിക്കുന്നവൻ അല്ലേ? 9:23 അങ്ങനെ കിടക്കണം. എന്നെ അനുഗമിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട്. അപ്പം അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് പോണത് തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. അല്ലാതെ 10 കൽപ്പന പാലിച്ച് ജീവിക്കണ കേസല്ല ഇത്. അനുദിനം ഇപ്പം വൈഫിൽ നിന്നുണ്ടാകും കുരിശ്, ഭർത്താവിൽ നിന്നുണ്ടാകും, മക്കളിൽ നിന്നുണ്ടാകും, അയൽവാസിയിൽ നിന്നുണ്ടാകും, സ്വന്തം ശരീരത്തിൽ നിന്ന് രോഗങ്ങളുടെ കുരിശുണ്ടാകും. അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുനാമത്തിൽ സഞ്ചരിക്കുന്നതാണ് സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. മനസ്സിലായ? അപ്പോൾ സ്നേഹത്തിന് എളുപ്പം അനുദിന കുരിശും, അതായത് ലൂക്ക 9:23 യോഹന്നാൻ 15:9 ഒരേ ആശയമാണ്. അപ്പം എന്തെങ്കിലും കുരിശ് കയ്യിലുണ്ടെങ്കിലേ അത് യേശുനാമത്തിൽ അങ്ങോട്ട് വരയെ വെച്ചാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും. ഓക്കെ അല്ലേ? താങ്ക് യു. കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ അൽത്താരയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന്. എൻ്റെ പേര് ലിൻഡ, കോഴിക്കോട് പാറോപ്പടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റി പറഞ്ഞിട്ട്. എനിക്ക് 3 മക്കളാണ്. അപ്പോൾ 3ാമത്തെ കുഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ്സ് ഉണ്ടായിരുന്നു. ഒരു ആംപ്ലിക്കേറ്റഡ് ഹെർണിയ ഉണ്ടായിരുന്നു, 3 സിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ഞാൻ വിശ്വസിച്ചു എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രകാരം ഉടമ്പടി തൈലം വെച്ച് ഞാൻ വയറിൽ പുരട്ടി നന്നായി പ്രാർത്ഥിച്ചു. വചനങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ കുഞ്ഞിനെ നീ തന്നതാണെങ്കിൽ എനിക്ക് നീ തരണമെന്ന്. പിന്നെ 7ാം മാസത്തിലും ഞാൻ ഉടമ്പടി പുതുക്കി. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവം എനിക്കായി തന്നിട്ടുണ്ട്, ഈ കുഞ്ഞിനെ എനിക്ക് തന്നേക്കണേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു കുഴപ്പവുമില്ലാതെ പരിശുദ്ധ മാതാവ് സിസേറിയനിലൂടെ ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നെ ആദ്യമായി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഉടനോളം മാതാവിൻ്റെ സംരക്ഷണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടെ ഞങ്ങൾ 2 മെഡിക്കൽ ഫീൽഡാണ്. ഞാനൊരു ലബോറട്ടറി ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊരു 25ഓളം 3 വർഷമായിട്ട് ഞങ്ങൾ പ്രയത്നിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 25ഓളം ഏജൻസിയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും പല ഏജൻസിയും ഫേക്കായിട്ടും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. കാരണം ഒരുപാട് തടസ്സങ്ങളാണ് മുന്നിൽ വരുന്നത്.
അപ്പം ഏറ്റവും ലാസ്റ്റായി ഞങ്ങൾ ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ 2 സർട്ടിഫിക്കറ്റുകൾ മിസ്സിങ് ആയിരുന്നു. അപ്പം എൻ്റെ പാസ്പോർട്ടിന് അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അപ്പം ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ധൈര്യമായി പൊക്കോളൂ, എല്ലാം മാതാവ് നോക്കിക്കൊള്ളൂ എന്ന്. അങ്ങനെ ഞാൻ 3-ാമത്തെ ഉടമ്പടി എടുത്ത് ഒരു 3-ാമത്തെ ഉടമ്പടി തീരുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ മാതാവ് എനിക്ക് ആ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ എത്രയോ കാലമായിട്ട് പരിശ്രമിക്കുന്നതാണ് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഞങ്ങളുടെ പരിശ്രമങ്ങളെ ഒന്നും എവിടെയും എത്തിച്ചില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് കേട്ടു. ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് 2 മാസത്തിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കൊറിയറായി കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ ജൂലൈ മാസം ഞാൻ പിന്നെയും ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് പുറത്ത് പോകണം, കാരണം സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ 2 പേരുടെ ജോലിയിലൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളുണ്ട്. അപ്പോൾ പിന്നെയും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഈ ജൂലൈ മാസം ഞങ്ങൾക്കൊരു ഫ്രണ്ട് വഴി ഒരു ഏജൻസി ആയിട്ട് പരിചയപ്പെട്ടു. അപ്പം നമുക്ക് തോന്നി അവരുമായിട്ട് ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി തരണേ. പക്ഷേ എൻ്റെ ഒരു കസിൻ ബ്രദർ പറഞ്ഞു, അവൻ സ്പിരിച്വലായിട്ടൊക്കെ കുറച്ച് ചേച്ചി ഒരിക്കലും മാതാവിനോട് ചോദിച്ച് വാങ്ങരുത്, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തരും. അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ മാറ്റി, മാതാവേ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വചനം, ഏറ്റവും സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ജെറേമിയ 29:11 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എല്ലാവരോടുമായിട്ട് ഞാൻ പറയണം, നമുക്ക് എത്ര വേദനയുണ്ടെങ്കിലും ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് മാത്രം, ഞാൻ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. ഈ വചനം എൻ്റെ മനസ്സിൽ എഴുതി ഇവിടെ പറയുന്ന ഓരോ എല്ലാ മെസ്സേജുകളും ഞാൻ ക്യാച്ച് ചെയ്യുമായിരുന്നു. കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ അച്ഛൻ പറയുന്ന എല്ലാ മെസ്സേജുകളും നോക്കി അതിന് മാതാവെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാനും എൻ്റെ ഹസ്ബൻഡും പോയി ഈ ഏജൻസിയെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് കൺവിൻസ് ആകാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 2 പേരും ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് കൗൺസിലറെ കണ്ട് എല്ലാം അവർക്ക് മാതാവിനും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ എല്ലാം ഓക്കെ ആയി. ഏജൻസിയെ നിങ്ങൾ നോക്കുക, ബാക്കി ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഓഗസ്റ്റ് മാസം പ്രോസസ്സിങ് തുടങ്ങി. അവർ പറഞ്ഞു ഒരു മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം വിസ വരും. അവരുടെ കയ്യിലല്ല, അവർ പരമാവധി നോക്കാം. അങ്ങനെ ഞങ്ങൾ പ്രോസസ്സിങ് തുടങ്ങി. ഈ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യുന്നപ്പം ഈ നവംബർ മാസം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ എല്ലാവരും നമ്മളെ കളിയാക്കും, എത്ര കാലമായി പുറത്തേക്ക് പോകാൻ നോക്കുന്നു, എന്നിട്ട് നിങ്ങൾക്കൊന്നും ആയിട്ടില്ലേ? അപ്പോൾ കൂട്ടുകാരും എല്ലാവരും അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നല്ല വിഷമങ്ങളുണ്ട്. നമ്മളെ മറ്റുള്ളവരും എല്ലാം കളിയാക്കാറുണ്ട്, എത്ര കാലമായി നിങ്ങൾ പരിശ്രമിക്കുന്നു, കൃപാസനത്തിൽ എത്ര തവണ പോയി, എന്നിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ലേ? എന്നിട്ടും അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണമേ. ഇവിടെ ഒക്ടോബർ മാസത്തെ അഖണ്ഡ ജപമാലയിൽ ഞാൻ വന്നു, വെളുപ്പിന് 3:30 വന്ന് ഇവിടെ അഖണ്ഡ ജപമാല തീരുന്നത് വരെ അത്ര ഇതായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് പോണേന്നൊന്നും അല്ല, എന്താണോ ഈശോയുടെ തിരുവിഷ്ടം അത് ഞങ്ങളിൽ നിറവേറണേന്ന് മാത്രം പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാർച്ചിലേക്ക് പ്രതീക്ഷിച്ചിരുന്നത് പെട്ടെന്ന് ഈ നവംബർ 27 ഏജൻസിയിൽ നിന്ന് വിളിച്ചു, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മാർച്ച് എന്നുള്ളത് നമുക്ക് നേരത്തെയാണ് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിനൊരു ഡേറ്റ് ഇടും, മാതാവേ ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് ഡിസംബർ 7-ാം തീയതി. അന്ന് എനിക്ക് നീ എന്തെങ്കിലും ഒരു ആൻസർ തരണം, മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും എനിക്ക് പറയാൻ വേണ്ടി. അതുപോലെ തന്നെ 29-ന് എനിക്ക് ചെന്നൈയിൽ വെച്ച് VFS ഉണ്ടായിരുന്നു. ആ VFSന് പങ്കെടുക്കുന്നതിന് നല്ല ടെൻഷനും പേടിയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ 2 നുള്ളു ഉപ്പെടുത്ത് എൻ്റെ പാസ്പോർട്ടിൽ, കാരണം അവർ കാണാതെ പാസ്പോർട്ടിനുള്ളിൽ വെച്ചു. ഞങ്ങൾ 12 പേര് VFS അറ്റൻഡ് ചെയ്തു. അതിൽ 2 പേർക്ക് മാത്രമായിട്ട് ഇന്നലെ എനിക്ക് വിസ വന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിനോട് മാത്രം പറഞ്ഞു. കാരണം എനിക്ക് അത്രയ്ക്ക് അത്ഭുതമാണ്. കാരണം മാർച്ചിലേക്കെന്ന് പറഞ്ഞത് ഇത്ര അച്ഛൻ പറയുന്ന പോലെ ടൈം ഷോർട്ട് ചെയ്ത് എനിക്ക് വിസ വന്നു എനിക്ക് ഈ 25-നുള്ളിൽ എനിക്ക് ഇറ്റലിക്ക് പോകാൻ കിട്ടി. വർക്ക് വിസയിൽ എനിക്ക് പോകാൻ പറ്റി. എത്ര നന്ദി പറഞ്ഞാലും മാതാവിന് ഞാൻ എന്നിട്ട് ആരോടും പറഞ്ഞില്ല. ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രം എൻ്റെ വീട്ടിലെ മക്കളോ ആരോടെങ്കിലും പറയുള്ളൂ എന്നുള്ള എൻ്റെ ഉറച്ച തീരുമാനത്തിൽ ഇന്നലെ ലീവ് അപ്ലൈ ചെയ്ത് ഞാൻ കയറി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കാരണം ആർക്കും പെട്ടെന്ന് വരാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ഈ അൾത്താരയിൽ വന്ന് എൻ്റെ മാതാവ് എനിക്ക് തന്ന ആ സാക്ഷ്യം അറിയിക്കാനുള്ള അത്രയ്ക്ക് എനിക്കൊരു സന്തോഷമായിരുന്നു. ഞാനത് ഓപ്പൺ ചെയ്തില്ല, കാരണം എനിക്കിവിടെ വന്നിട്ട് ഇവരുടെ ബ്ലെസ്സിങ്സോടുകൂടി മാത്രം ഞാനത് ഓപ്പൺ ചെയ്ത് എൻ്റെ വിസ വന്നു. എനിക്ക് 28-ാം തീയതി എനിക്ക് ഇറ്റലിക്കുള്ള ടിക്കറ്റും ആയിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാൽ. അതേപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്
ഞാനൊരു ഇൻചാർജ്. അപ്പം എൻ്റെ അണ്ടറിൽ 20ഓളം സ്റ്റാഫുകളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഇടയിൽ എനിക്ക് എൻ്റെ മാതാവിനെ അറിയിക്കാനും, അവരെപ്പോഴും പറയും എന്ത് വന്നാലും ചേച്ചിയുടെ മാതാവ് നമ്മളെ കാത്തുകൊള്ളും, എന്ത് കാരണം വന്നാലും. അപ്പോൾ എനിക്ക് അത്രയൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി, ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ആ ചേച്ചി 1 മാസത്തിനുള്ളിൽ ചേച്ചി പ്രതീക്ഷിക്കാതെ UK വിസ കിട്ടി പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അവിടെ സിസ്റ്റർമാരെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും രാവിലെ ഞാൻ ചെയ്യാറുണ്ട്. പാവപ്പെട്ട രോഗികളായിരിക്കും, അവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ക്യാഷായിട്ട് എനിക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ അവർ ഒരുപാട് എനിക്ക് ഏറ്റവും മീൻസ് അവർക്ക് ഭയങ്കര പേടി മരണചിന്തയൊക്കെ വരുമ്പോൾ എനിക്ക് അവർക്ക് പോസിറ്റീവായിട്ട് എനർജി കൊടുക്കാൻ പറ്റും. പിന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മാറി. എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു, എൻ്റെ സ്റ്റാഫുകൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ പറ്റാത്തത്, അതൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റി. പിന്നെ ഭയങ്കര സ്വാർത്ഥതയായിരുന്നു, അതൊക്കെ മാറി. എന്താണോ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അത് മാത്രം മതി. വീട്ടിലാണെങ്കിലും എല്ലാവരോടും എളിമയോടും നന്നായിട്ട് പെരുമാറാൻ പഠിച്ചു. പിന്നെ പ്രാർത്ഥനയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ 91 സങ്കീർത്തനം വായിച്ചിട്ടേ കിടക്കാറുള്ളൂ. അരമണിക്കൂർ ബൈബിൾ വായിക്കും, എങ്കിലും 91 സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. എൻ്റെ 3 മക്കൾക്ക് നെറ്റിയിൽ, ഭർത്താവിനും നെറ്റിയിൽ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ കിടക്കാറുള്ളൂ. എല്ലാവരും കൃപാസനത്തിന്. എൻ്റെ മോള് 10 ഈ വർഷം പരീക്ഷ എഴുതുകയാണ്. അവൾ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടി പഠിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട, അമ്മ എനിക്ക് പഠിക്കാൻ നല്ല മനസ്സ് തോന്നാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എങ്കിൽ ഞാൻ വന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന്. കാരണം അവൾക്ക് ആ മടിയില്ലെങ്കിൽ അവൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ എൻ്റെ മക്കളെയും എനിക്ക് ആത്മീയമായിട്ട് വളർത്താൻ പറ്റി. ഞങ്ങളെല്ലാവരും എന്നും പള്ളിയിൽ പോകും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുവചനമാണിത്. ഉടമ്പടി നമ്മെ തികച്ചും വ്യത്യസ്തമാക്കും. ഉടമ്പടി വഴി ലഭിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മളെ എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ലിൻഡ സ്കറി എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ലിൻഡയുടെ പ്രഗ്നൻസി പീരീഡിൻ്റെ സമയത്തുള്ള കോംപ്ലിക്കേഷൻസിനെ പറ്റിയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ് കോംപ്ലിക്കേഷൻസ് എല്ലാം മാറി നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചതെന്നും ജോലിയുടെ സാധ്യതകളെ പറ്റിയും 3 വർഷം 25ഓളം ഏജൻസികളെ സമീപിച്ച് ഒരു വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈശോയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഈ മകളുടെ പ്രാർത്ഥന കേട്ടത്. സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നമായിരുന്നു, അതും ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 39 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങളായിട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അച്ഛനെടുത്ത സന്ദേശത്തിലും ഈ മകളുടെ പറ്റി പറഞ്ഞിരുന്നു, പേടിക്കേണ്ടെന്ന്. അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നങ്ങളും ഈശോയും മാതാവും ചേർന്ന് നിന്ന് ആ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കൊടുത്തു. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, പല വ്യക്തികളുടെ രൂപത്തിലും പല സാഹചര്യങ്ങളിലും ഈശോയും അമ്മയും നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു സഹോദരൻ പറഞ്ഞതാണ്, പ്രാർത്ഥന മാറ്റി ഇഷ്ടമെങ്കിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ആ സഹോദരൻ ഈ മോൾക്ക് പറഞ്ഞു കൊടുത്തു. പിന്നീടാണ് എനിക്കത് വേണം ഇത് വേണം എന്നുള്ള പ്രാർത്ഥന മാറ്റി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥന തുടങ്ങിയത്. അന്നു മുതൽ ഈ മകളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. വിസയ്ക്ക് പോയപ്പോൾ 12 പേരിൽ നിന്നാണ് 2 പേർക്ക് മാത്രം ലഭിച്ചത്. ആ വിസ ഇനി മോൾ അവർ ആരോടും പറയാതെയാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്ക് പറയണമെന്ന് പറഞ്ഞത്. അത്രയുമാണ് ഉടമ്പടി മക്കളുടെ ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം, അമ്മയുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധമാണ് ഈശോയും പരിശുദ്ധ അമ്മയും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ മാത്രമാണ് ഈ ബന്ധം സാധ്യമാകുന്നത്. എല്ലാ കാര്യവും, എല്ലാ സാഹചര്യങ്ങളും, എല്ലാ ക്ലേശങ്ങളും, ദുരിതങ്ങളും, പ്രശ്നങ്ങളും എല്ലാം കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമാണ് പരിശുദ്ധ അമ്മയുടെ, കൃപാസനം അമ്മയുടെ ഈ തിരുനട, ഈ സന്നിധി. ഇവിടെ വന്നാണ് ഈ മകള് വന്ന് വിസ ആദ്യമായി പരിശുദ്ധ അമ്മയോട് പറയുന്നത്. എല്ലാം പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 3 വർഷത്തോളം ശ്രമിച്ചിരുന്നതാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് പരിശുദ്ധ അമ്മ അതെല്ലാം നടത്തി കൊടുത്തത്. അതും ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസത്തിന് മുൻപാണ് ഈ മകളൊരു അടയാളം ചോദിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ആ മകൾക്ക് നൽകി കൊടുത്തു. ഉടമ്പടിയിൽ കൂടി ഈശോയെ കണ്ടുമുട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഉടമ്പടി അനുഭവ സാക്ഷ്യം നമ്മുടെ മെറിറ്റ് കൊണ്ട് പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മരിയിൽ വരുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക്
ചെവിക്കൊള്ളാൻ ഒരാളുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നത്. അവർ കൂടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത്. ഈശോയും പരിശുദ്ധ അമ്മയും ഈ മകൾക്കും ഈ അവരുടെ കുടുംബത്തിനും ലഭിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് തിരുനാമത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു എൻ്റെ സാക്ഷ്യം താമസിച്ചു പോയതിന്. എൻ്റെ പേര് ജാൻസി ജോണി. ഞാൻ കർണാടകയിൽ മടിക്കേരിയിൽ സമ്പാജ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 22, 2022 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ആരും പറഞ്ഞിട്ടല്ല, ഒരു രാത്രിയിൽ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് അത് പ്രകാരം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ യൂട്യൂബ് ഓൺ ചെയ്തപ്പം അച്ഛൻ്റെ ക്ലാസ്സും പിന്നെ ഒരുപാട് എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുടെ സാക്ഷ്യവും ഞാൻ കേട്ടു. അങ്ങനെ എനിക്ക് ഇവിടെ വരണം, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹം വന്നു. ഉടമ്പടി എടുത്തു. ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ വന്ന് ഒരു യന്ത്രം പോലെ ഞാൻ നടന്നു. എല്ലാ കാര്യങ്ങളിലും എന്നെ പരിശുദ്ധ അമ്മ സഹായിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു പോയി. അന്ന് മുതൽ ഇന്നോളം ഇനി എൻ്റെ ജീവിതാന്ത്യം വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഈശോയെ മുറുകെ പിടിക്കും. അമ്മയോട് ഞാൻ പറയും, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാടുള്ളതുപോലെ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയി. ജപ്തി നടപടി വന്നിട്ടുണ്ടായിരുന്നു. ആ ജപ്തി നടപടിയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശിരൂപം തന്നിട്ട് തോളെ തട്ടിയിട്ട് പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ജപ്തിയിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലം വിറ്റു. എനിക്ക് ജപ്തിയും കടങ്ങളെല്ലാം മാറിക്കിട്ടി. പിന്നെ എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്ന എൻ്റെ 2 കാലിൻ്റെ മുട്ടിന് വേദനയായിരുന്നു. ആ 2 മുട്ട് ഞാൻ കാലിന് ഉറയിട്ടുണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുട്ടിൽ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു. എപ്പം മുട്ടുവേദന മാറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. പള്ളിയിൽ എല്ലാവരും മുട്ടുകുത്തും. എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ളവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിഷമിക്കുമായിരുന്നു. മാതാവിനോട് ചോദിക്കും, കർത്താവിനോട് ചോദിക്കും, നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരെ മറ്റൊരാളുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട ആവശ്യം വരില്ല എന്ന് നിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ മുട്ടുവേദന എപ്പോൾ മാറിക്കിട്ടിയെന്ന് എനിക്കറിയില്ല. അത്രയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. ജപ്തി നോട്ടീസ് ഒരു ദിവസം വൈകുന്നേരം 5 മണിയായപ്പം വീട്ടിൽ ജപ്തി നോട്ടീസ് വന്ന് അവർ വന്ന് ചുമരിൽ ഒട്ടിച്ചിട്ട് പോയി. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ കതകിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ചിട്ടുണ്ട്. വലിയൊരു രൂപം ഉള്ളിൽ പ്രാർത്ഥിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് അതിനു മുമ്പ് എനിക്ക് നോട്ടീസ് അവർ അയച്ചിരുന്നു. പക്ഷേ ഞാൻ കൈപ്പറ്റിയെങ്കിലും എനിക്കത് കെട്ടാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഇത് എൻ്റെ വീടല്ല, നിൻ്റെ വീടാണ്. ഈ വീട്ടിലൊരു ജപ്തി നോട്ടീസ് ഒട്ടിക്കാനുള്ള അവസരം നീ കൊടുക്കരുതേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ വന്ന് നോട്ടീസ് ഒട്ടിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മേലെ നല്ല ഓർഡറാണ്. ഇല്ല, നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ പോയി. അന്ന് രാത്രി ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവർ ചുമരിൽ ഒട്ടിച്ചിട്ട് പോയ ആ നോട്ടീസ് താഴെ പറഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. ഞാനതെടുത്ത് അകത്ത് വെച്ചു. ഞാനല്ലാതെ മറ്റൊരാളും ആ ജപ്തി നോട്ടീസ് കണ്ടിരുന്നില്ല. എൻ്റെ അയൽവാസികളൊക്കെ കണ്ടെങ്കിൽ അവരെന്നെ കളിയാക്കും, നീ വലിയ ഭക്തിയല്ലേ, പ്രാർത്ഥനക്കാരിയല്ല, പിന്നെന്താ നിൻ്റെ വീട്ടിൽ നോട്ടീസ് ഒട്ടിച്ച് എന്നൊക്കെ അവർ ചോദിച്ച് കളിയാക്കും. പക്ഷേ അതിനൊന്നും എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചില്ല. ആരും കണ്ടിട്ടില്ല. 6 മാസം അവർ പറഞ്ഞു, 15 ദിവസത്തിനുള്ളിൽ പൈസ കെട്ടില്ല എങ്കിൽ 10 ലക്ഷം രൂപ കെട്ടില്ല എങ്കിൽ വീടിന് ഞങ്ങൾ ലോക്ക് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മ മാതാവ് ഇതിനൊരു വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന്. എന്നിട്ട് 6 മാസമായിട്ടും ജപ്തി ആരും വന്നില്ല. ഞാൻ സമാധാനത്തോടെ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഞാൻ ആ ജപ്തി നോട്ടീസുമായി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ കാശിരൂപം വെഞ്ചരിച്ച് തന്നു. പിന്നെ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടുപോയി പറമ്പിൽ സ്ഥാപിച്ചു. എന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും വെതറി ഒരാൾ വന്ന്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് സ്ഥലം കച്ചവടമാക്കി. അയാൾ
സെപ്റ്റംബർ 15-ാം തീയതി നമുക്ക് രജിസ്ട്രേഷൻ നടത്താമെന്ന് പറഞ്ഞു. പിന്നെ അയാൾ വന്നിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മോനോട് പറഞ്ഞു, എന്ത് ചെയ്യും മോനെ? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ നമുക്ക് ലോട്ടറി പോലെ നടത്താം, ലോട്ടറി ടിക്കറ്റ് അടിക്കുന്ന പോലെ അങ്ങനെ ചെയ്യാം, ഒരു ടിക്കറ്റിന് 200 രൂപ പ്രകാരം. അങ്ങനെ പഞ്ചായത്തിലും തഹസിൽദാരുടെ അടുത്തൊക്കെ പോയി പെർമിഷൻ മേടിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അത് വർക്ക് നടന്നു. ടിക്കറ്റ് വിറ്റു. ഒരു 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം പെട്ടപ്പെട്ടാന്ന് എല്ലാ കാര്യങ്ങളും നടത്തി. മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ച് ലോട്ടറി വിറ്റ് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീടി. 20 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ബാങ്കിലും പിന്നെ കടമായിട്ടും സ്വർണം പണയം വെച്ചിട്ടൊക്കെ ആയിട്ട് കടമുണ്ടായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും മാറ്റി തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, വേറെ സമയക്കുറവ് മൂലം ഞാൻ അധികം നീട്ടുന്നില്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. എൻ്റെ അന്ത്യം വരെ ഇനി എൻ്റെ മാതാവിനും തിരുക്കുമാരനും വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ കർണാടകയിൽ നിന്ന് വന്നു. എൻ്റെ ഒരാഗ്രഹമായിരുന്നു റാലിക്ക് പോകാൻ, എനിക്ക് സാധിച്ചില്ല. 3 വർഷമായി ഞാൻ അടുപ്പിച്ച് റാലിയിൽ സംബന്ധിക്കുന്നവളായിരുന്നു. ഈ പ്രാവശ്യം ഒരു പേഷ്യൻറ്റിന് ഹെൽപ്പിന് നിന്നുകൊണ്ട് എനിക്ക് റാലിയിൽ സംബന്ധിക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് തൊട്ട് മാതാവിനോട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എനിക്കിവിടെ വരണം. അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഈ അമ്മയുടെ തിരുനടയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയണം. ഈ പ്രത്യക്ഷീകരണത്തിൽ പങ്കുചേരാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇന്നിവിടെ ലാൻഡ് ചെയ്തു. നാളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷം മാത്രമേ ഞാൻ കർണാടകയിലേക്ക് തിരിച്ചു പോവുള്ളൂ. ഇത്രയെല്ലാം അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരത്തിലൊരു മന്ദബുദ്ധി ഉള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അച്ഛൻ പറയാറുണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞങ്ങൾ ആ സ്കൂളിൽ ഞാൻ ഒരു പ്രാവശ്യം അമ്മയോട് പറഞ്ഞിരുന്നു, എനിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാതെ തടസ്സങ്ങൾ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ മാതാവേ എന്നെ അമ്മയുടെ നടയിൽ എത്തിച്ചാൽ ഞാനിവിടെ വന്ന് എൻ്റെ ഇടവകയിലുള്ള മക്കളെ ഞാനിവിടെ കൊണ്ടുവന്നോളാം, അതിനമ്മയ്ക്ക് സാക്ഷിയാക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും പ്രകാരം ഞാനിവിടെ വന്ന് ഒരു രാത്രിയിൽ സ്വപ്നം കണ്ട അമ്മ ഇവിടെ വന്ന് കണ്ട അമ്മേനെയാണ് എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ അമ്മേനെയാണ് സ്വപ്നത്തിലൂടെ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അതുപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ഇടവകയിൽ നിന്നും ഒരുപാട് മക്കളെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അവർക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഭവനം പണിയാത്തവർ ഭവനം പണിതു, മക്കളെ കെട്ടിച്ചയച്ചു, പിന്നെ സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ സ്ഥലം വിറ്റു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം നാമത്തിലും മാതാവ് അവർക്കെല്ലാം നേടിക്കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ആത്മീയമായി കുർബാന ഞങ്ങളുടെ അവിടെ ഇടവകയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ കുർബാനയുള്ളൂ. അച്ഛൻ 2 ഇടവകയിലും കൂടെ ഒരച്ഛനേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു കുർബാനയാണ്. പിന്നെ ഇടക്കുർബാന എന്തെങ്കിലും ആ സാഹചര്യത്താൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ കുർബാനയും ഞായറാഴ്ച കുർബാന ഞാൻ മുടക്കാറില്ല. അതുപോലെ പ്രാർത്ഥനയും പിന്നെ സഹായങ്ങളാണെങ്കിലും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. ഞങ്ങൾ ആ ഡ്രസ്സാണെങ്കിലും ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു, പുതിയ ഡ്രസ്സായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അവരോട് നിങ്ങളത് കളയണ്ട, ഞാനത് കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാനത് കഴുകി ഉണങ്ങി ഇസ്തിരി ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, ഈ ഓഫീസിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു. അതുപോലെ ഞാൻ അവിടെയും ഒരുപാട് പേർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്തില്ലെങ്കിലും ഞാൻ മറ്റുള്ളവരോട് വാങ്ങിച്ച് അവരോട് പറയും, വെറുതെ കത്തിച്ച് കളയരുതേ, വേസ്റ്റ് ആക്കരുതേ, ഇത് അർഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, ആ മക്കളിലൂടെ അമ്മേനെ അറിയാൻ പറ്റും, അതുകൊണ്ട് നിങ്ങളതൊന്നും നശിപ്പിക്കരുതെന്ന് പറയും. അങ്ങനെ പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. മന്ദബുദ്ധി സ്കൂളിൽ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്ന മക്കളും ഞങ്ങളെല്ലാവരും കൂടി അവിടെ സ്കൂളിൽ പോയി ആ മക്കളെ കാണുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും സന്തോഷമായിട്ട് പിരിയുകയും ചെയ്തു. അങ്ങനെ പിന്നെ ക്യാൻസർ രോഗികളുടെ പേഷ്യൻസിനെയൊക്കെ അന്വേഷിച്ച് അവരുടെ ഭവനത്തിൽ പോവുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങളാലാകുന്ന പിരിവെടുത്ത് അവർക്ക് സഹായിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത നന്മകൾ. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്നീ ദിവസം ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സങ്കീർത്തനം 18:6. ജാൻസി ജോണി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയും മാതാവും
കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തെ പറ്റിയാണ് ഉള്ള സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. മരിയൻ ഉടമ്പടി ചെയ്യുന്നവർ ഉടമ്പടി പാലിക്കുമ്പോൾ വചനത്തിന് സാക്ഷികളായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഉടമ്പടി നിബന്ധനകളനുസരിച്ച് അത് പാലിക്കുമ്പോൾ നമ്മളും പരിശുദ്ധ അമ്മയെപ്പോലെ വാഗ്ദാന പേടകമായി മാറുന്നു. ദൈവ സാന്നിധ്യം അനുഭവേദ്യമാകുന്നു. ഈ മകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജപ്തി നോട്ടീസ്. ജപ്തി കിട്ടിയപ്പോൾ വീടിൻ്റെ മുൻപിൽ വന്ന് ആ പേപ്പർ ഇട്ടപ്പോൾ ഈ മകൾ പറഞ്ഞത്, എൻ്റെ വീടല്ല അമ്മേ, നിൻ്റെ വീടാണിതെന്ന്. എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഈശോയും അമ്മയുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, നമ്മുടെ ഭവനത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ മകൾക്ക് അങ്ങനെ പറയുവാൻ സാധിച്ചത്, ഇതെൻ്റെ വീടല്ല അമ്മേ, അമ്മയുടെ വീടാണെന്ന്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെ നോ പറയാൻ പറ്റും? ഇല്ല, തരില്ല എന്ന് പറയാൻ പറ്റും. ഈ മകൾ ജപ്തി നോട്ടീസുമായിട്ടാണ് അച്ഛൻ്റെ അടുത്ത്, ജോസഫ് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്ങിനായിട്ട് വന്നത്. അച്ഛൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, പൊയ്ക്കോ, കുഴപ്പമില്ല. ഇതെല്ലാം ഈശോ അല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെയൊരു വാക്ക് പറയുവാൻ സാധിക്കുന്നത്? ആ രാത്രി മുഴുവൻ ഈ മകൾ പ്രാർത്ഥിച്ചു. ജപ്തി നോട്ടീസ് നമുക്കറിയാം, അവരത് വെക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് അത് ഒട്ടിച്ചു വെക്കുന്നത്. പക്ഷെങ്കിൽ അന്ന് ആ രാത്രിയിൽ തന്നെ ആ പേപ്പർ ജപ്തി നോട്ടീസ് താഴെ പോയി. ഈ മകൾ പറഞ്ഞു, അതിൻ്റെ അടുത്ത് തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പടമുണ്ടായിരുന്നു. ഞാൻ അന്ന് പ്രാർത്ഥിച്ചതുപോലെ തന്നെ, അമ്മ ഇത് എൻ്റെ വീടല്ല, നിൻ്റെ വീടാണ്. ഒരുപക്ഷെ അമ്മ ഈ മകളുടെ പ്രാർത്ഥന കേട്ട് ആ പേപ്പർ താഴെ വീണു. ആ പേപ്പർ എടുത്ത് വെച്ചത് പറിക്കുവാൻ അനുവാദമില്ല, നമുക്കറിയാവുന്നതാണ്. ആ പേപ്പർ മകളെടുത്ത് അകത്ത് വെച്ചു. പിന്നീട് ഒരിക്കലും 15 ദിവസത്തെ ഡേറ്റാണ് പറഞ്ഞിരുന്നത്. പിന്നെ അവരവിടെ ഈ പേപ്പറിന് ജപ്തിക്കായിട്ട് വന്നില്ല. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ അമ്മ എല്ലാം തൻ്റെ പുത്രനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരം ഭയമില്ലാതെ വിശ്വാസത്തോടെ ഈ മകള് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയി. പിന്നീട് അവർക്ക് ആ സ്ഥലം വിറ്റ് ജപ്തിയുടെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക് മുന്നോട്ട് പോകാനും കടങ്ങളെല്ലാം അടയ്ക്കുവാനും സാധിച്ചു. ഇതെല്ലാം ഉടമ്പടി മക്കൾക്ക് സ്വന്തം ഈശോയോടും അമ്മയോടും ചെന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമേ ഇതൊക്കെ നടത്തി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ തന്നെ അതിശയിച്ചു പോവും, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത്? ഒരു മകള് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ അമ്മയാണ് എല്ലാം ഈശോയുടെ കയ്യിൽ നിന്നും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെല്ലാം തിരിച്ച് നമുക്ക് തരുന്നത്. വീണ്ടും ഈ മകള് പറഞ്ഞു, റാലിക്ക് വരാനായിട്ട് മുട്ടിൻ്റെ വേദന ഒരു വലിയ രോഗസൗഖ്യമാണ്. എല്ലാവരും മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും പ്രാർത്ഥിക്കണം. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം മാത്രമാണ് ഈ മകളുടെ മുട്ടിൻ്റെ വേദന സൗഖ്യമായത്. ഇപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നായിരുന്നു ആ മകളുടെ ആഗ്രഹം. അതും പരിശുദ്ധമ്മ കേട്ടു. ഈശോ അതെല്ലാം നടത്തി കൊടുത്തു. അഖണ്ഡ ജപമാല റാലിക്ക് വരാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു. വീണ്ടും അടുത്ത ഡേറ്റ് ഡിസംബർ 7, അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം. അമ്മയുടെ അടുത്ത് വന്ന് അമ്മയ്ക്ക് നന്ദി പറയാനുള്ള ആഗ്രഹം. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് കാണേണ്ടത്? ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഈശോയും പരിശുദ്ധ അമ്മയും എല്ലാം നടത്തി കൊടുക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. കൃപാസനത്തിൻ്റെ അടുത്ത് ആര് കണ്ണീരോട് കൂടി വന്നാലും കണ്ണീര് തുടച്ചിട്ട് അമ്മ വിടാറുള്ളൂ. ആ അമ്മയുടെ അരികിലേക്കാണ് നമ്മളും ഉടമ്പടിയിൽ കൂടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുമായി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടാം. ഈ മകൾക്ക്, ജാൻസി ജോണി എന്ന മകൾക്ക്, ഈശോയിൽ നിന്ന് ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾക്കും മധ്യസ്ഥത വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം.